KCCയുടെ രൂപത ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് നടക്കുന്ന വെച്ച KCCയുടെ കുറവരങ്ങാട്, മുട്ടുച്ചിറ, കടുത്തിരുത്തി, കോതനല്ലൂർ, എരഞ്ഞി പുരാണങ്ങളിലെ ഭാരവാഹികളെ, പ്രവർത്തകരെ, നമ്മുടെ ഭാരത രാജ്യം ജനാധിപത്യ രാജ്യം, മതേതര രാജ്യം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്രൈസ്തവ മിഷണറിമാർ അനുഭവിക്കുന്നതായ ദുരിതങ്ങളെ, അവർ നേരിടേണ്ടി വരുന്നതായ അക്രമങ്ങളെ, മർദ്ദനങ്ങളെ എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതായ ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ നിന്നുമൊക്കെ പോയിരിക്കുന്നവരും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായ മിഷണറിമാരും ഒക്കെ ഈ ആക്രമണത്തിന് വിധേയരാകുന്നു എന്നതും നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെയൊക്കെ തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനും അത് വികലമായി ചിത്രീകരിക്കുന്നതിനുമുള്ളതായ ഒരു പ്രവണത ഇന്ന് ഭാരത രാജ്യത്തിൽ നടമാടുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒന്നാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ നൊമ്പരവും വേദനകളുമൊക്കെ അറിയിക്കുന്നതിനായിട്ട് KCCയുടെ ഈ 5 ഫൊറാനകളിലെ പ്രതിനിധികൾ ഇന്നിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഈ മർദ്ദനമേറ്റ നമ്മുടെ മിഷണറിമാരോടുള്ളതായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും അതുപോലെ ഭാരതത്തിലെവിടെയും അവർക്ക് നിർലോഭമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സം നേരിടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ചും ആരുമില്ലാതെ സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നതായ പാവങ്ങളെ സമുദ്ധരിക്കുന്നതിൽ ആർക്കും അതിനകത്ത് വേദനയോ വിഷമമോ ഒന്നും തോന്നേണ്ടതായ കാര്യമൊന്നുമില്ല. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി മുന്നേറുന്നതായ ഈ മിഷണറി സമൂഹങ്ങളെ, ക്രൈസ്തവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ മർദ്ദിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുക ഭാരതയ്ക്ക് ഒരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. ഭാരതാംബ എന്ന് നമ്മൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി അഭിസംബോധന ചെയ്യുന്ന ഭാരതമാതാ തീർച്ചയായിട്ടും ഈ സംഭവത്തിലെ വേദനയും ദുഃഖവും ഉള്ളവളാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ഈ വേദനകളും നമ്മുടെ ഈ ആശങ്കകളുമെല്ലാം ഇന്ന് സമൂഹത്തിലെ നമ്മളെ അറിയിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നമുക്ക് പ്രത്യാശയോടുകൂടി ധൈര്യതയോടുകൂടി മുന്നേറാം. നമ്മുടെ മിഷണറിമാർക്ക് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ട് നമുക്കും അവരോടൊത്ത് അണിചേരാം.